കേരള സർവകലാശാല ഇപ്പോൾ വെച്ചടി മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ റാങ്കിംഗ് നിലവാരത്തിൽ A++ വരെയൊക്കെ വാങ്ങി അതിൻ്റെതായ സന്തോഷത്തിലും അഭിമാനത്തിലുമൊക്കെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തിളങ്ങി നിൽക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് ഉണ്ടായ രണ്ട് ദയനീയമായിട്ടുള്ള സംഭവങ്ങൾ. ഒന്ന്, ഇവിടെ MBA പരീക്ഷ 2022-24 ബാച്ചിൽ എഴുതിയ 71 കുട്ടികളുടെ പരീക്ഷാ പേപ്പർ 3ാം സെമസ്റ്ററിലേക്ക് എവിടെയോ കാറ്റിൽ പറന്നുപോയതായി റിപ്പോർട്ട് വന്നു. പരീക്ഷകൻ കൊണ്ടുപോയിട്ടുള്ള പരീക്ഷ കടലാസ് തിരിച്ചു വരാതെ മാസങ്ങളോളം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കാതെ സർവകലാശാല അതിൻ്റെ മേളിൽ പരാതിയുടെ മേൽ അടയിരുന്നു. ഈ പറന്നുപോയ ഉത്തരക്കടലാസിന്റെ ഉടമയായിട്ടുള്ള അധ്യാപകൻ തന്നെ സർവകലാശാലയിൽ തൻ്റെ കയ്യിൽ നിന്ന് 71 പരീക്ഷാ പേപ്പറുകൾ നഷ്ടപ്പെട്ടു എന്ന് കൊടുത്തിട്ടും എന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിച്ചിട്ടും യൂണിവേഴ്സിറ്റി യാതൊരു നടപടിയും ആ കാര്യത്തിൽ എടുത്തില്ല. 2024 MBA പരീക്ഷ പൂർത്തിയായി അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി തൊഴിൽ തേടി പോകേണ്ടതായ കുട്ടികൾക്ക് 2025 മാർച്ച് ആയപ്പോഴും റിസൾട്ട് വരാതിരുന്നപ്പോൾ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പരീക്ഷാ പേപ്പർ കാണാതെ പോയി എന്നുള്ള സത്യം പുറത്തു വരുന്നത്. ആകെ അങ്കലാപ്പിലായ സർവകലാശാല പെട്ടെന്ന് അതിനുള്ള പരിഹാര നടപടികൾ ആരംഭിച്ചു. സർവകലാശാലയിൽ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് പരീക്ഷാ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. 5 അക്ക ഭാരിച്ച ശമ്പളം വാങ്ങുന്ന ഒരു കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ പരീക്ഷകളുടെ പൂർണ്ണമായ നിയന്ത്രണം വൈസ് ചാൻസലർക്കായിരുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണസമയ PC ഇല്ല, ഒരു പൂർണ്ണസമയ PVC ഇല്ല. അങ്ങനെ ഭരണരംഗത്ത് കടുത്ത അനാഥാവസ്ഥയാണ്. അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസിനെയോ സിൻഡിക്കേറ്റിന്റെ പരീക്ഷാ സബ് കമ്മിറ്റിയെയോ ഒന്നും യാതൊരു നിയമ നടപടിക്കും വിധേയമാക്കാതെ അവർ സർവതന്ത്ര സ്വതന്ത്രരായി നടക്കുകയാണ്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവരുടേതല്ലാത്ത കുറ്റത്തെ കൊണ്ട് അവർക്ക് റിസൾട്ട് ലഭിക്കാതിരിക്കുമ്പോൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ക്രിമിനൽ കുറ്റവാളികളായി കണ്ട് അവരുടെ മേൽ വകുപ്പ് തലത്തിലും അല്ലാതെയും നടപടികൾ എടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ കേരള സർക്കാർ യാതൊരു നടപടിയും കേരള സർവകലാശാലയെ കൊണ്ട് എടുപ്പിക്കുന്നില്ല. സർവകലാശാല സ്വമേധയാ എടുക്കുന്നില്ല. ഇവിടെ സർവകലാശാലയുടെ നിലവാരം ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഗീർവാണം മുഴക്കിയാണ് വകുപ്പ് മന്ത്രി നടക്കുന്നത്. ഒടുവിൽ ഗതി കെട്ടിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ 71 വിദ്യാർത്ഥികളിൽ അവർക്ക് വേണ്ടി പുനഃപരീക്ഷ നടത്തി. അതിൽ 65 വിദ്യാർത്ഥികൾ വീണ്ടും എഴുതി. സർവകലാശാല വളരെ വിചിത്രമായി മുഖം രക്ഷിക്കാൻ, കൂടുതൽ പരാതികൾ ഉണ്ടാകാതിരിക്കാൻ എഴുതിയ വിദ്യാർത്ഥികളെ മുഴുവൻ ജയിച്ചതായി പ്രഖ്യാപിച്ചു. എന്തൊരു ദയനീയമായ അവസ്ഥയാണ് സർവകലാശാലയ്ക്ക്. ആ കുട്ടികളെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താനാവില്ല. അതിൽ പലരും പല കമ്പനികളിലും ജോലിയിൽ പ്രവേശിച്ചവരാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് യഥാസമയം കൊടുത്തില്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടമാകും. അപ്പോൾ അവരെ സഹായിക്കാൻ ഈ തരത്തിൽ ചില ഉഡായിപ്പ് വേലകളുമായി ഒരു സർവകലാശാലയ്ക്ക് ഇറങ്ങി താഴേക്ക് വരേണ്ടി വരുന്നു എന്നുള്ളത് സർവകലാശാലയുടെ സൽകീർത്തിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കളങ്കം എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വീഡിയോയ്ക്ക് ആധാരമായ ഒരു വിഷയം, ഒരു പരീക്ഷ നടന്നതിൻ്റെ പരീക്ഷ കടലാസുകൾ, ഉത്തര കടലാസുകൾ നോക്കാനായി കൊടുത്ത തിരുനെൽവേലിയിൽ, കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ തിരുനെൽവേലിയിൽ താമസിക്കുന്ന ഒരു അധ്യാപിക 9 മാസമായിട്ട് പരീക്ഷാ പേപ്പർ മടക്കി കൊടുത്തിട്ടില്ല. അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തി ആ പരീക്ഷാ പേപ്പർ കൊടുക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞിട്ടും ഈ ഉത്തര കടലാസുകൾ സർവകലാശാലയെ തിരിച്ചേൽപ്പിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ സർവകലാശാലയിൽ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയല്ല. അവിടെ ഭാരിച്ച ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുകയും ലക്ഷങ്ങൾ ഈ മീറ്റിങ്ങിന്റെ TA ആയും DA ആയി പറ്റുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്തൊന്നും വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചൊന്നും പ്രത്യേകമായ ഒരു പരിഗണനയുമില്ല. ഈ ഉത്തര കടലാസുകൾ ഇത്രയും ദീർഘിച്ച് മടക്കി കിട്ടാതെ വന്നപ്പോൾ ഇത് പുറത്ത്
ഈ വിഷയം വരും എന്ന് എങ്ങനെയോ മനസ്സിലാക്കിയ സർവകലാശാല ഈ അധ്യാപികയോട് ഈ ഉത്തരക്കടലാസുകൾ മടക്കി ആവശ്യപ്പെട്ടപ്പോൾ അവർ കൊടുത്ത വിചിത്രമായ മറുപടിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അവർ പറഞ്ഞു, പ്രതിഫലം നൽകാതെ ഈ ഉത്തരക്കടലാസുകൾ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. എത്ര അപലപനീയമായിട്ടുള്ള ഒരു നിലപാടാണ് സർവകലാശാല എടുത്തിരിക്കുന്നത്. എത്ര ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് കേരള സർവകലാശാല താണിരിക്കുന്നത്. ജോലി ചെയ്താൽ കൂലി കൊടുക്കണം എന്ന് പറയുന്ന കേവലമായ പ്രമാണം അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു സർവകലാശാല എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്. ഈ ഉത്തരക്കടലാസുകൾ തിരിച്ചു കിട്ടാതെ ആ ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. 9 മാസമായി കാലതാമസം വരുത്തിയതിന്റെ ഉത്തരവാദിത്വം ആരെടുക്കും? അധ്യാപികയ്ക്കാണോ അതിന്റെ ഉത്തരവാദിത്വം? അതോ അത് യഥാസമയം അതിന്റെ പ്രതിഫലം കൊടുത്ത് ആ ഉത്തരക്കടലാസുകൾ മടക്കി വാങ്ങിക്കാത്ത സർവകലാശാലയ്ക്കാണോ അതിന്റെ ഉത്തരവാദിത്വം? യാതൊരു സംശയവും വേണ്ട, അതിഗുരുതരമായ കൃത്യവിലോപമാണ് സർവകലാശാല കാട്ടിയത്. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഇതിന് സമാധാനം പറയണം. രജിസ്ട്രാർ ഇതിന് സമാധാനം പറയണം. പരീക്ഷയുടെ ചുമതലയുള്ള സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി ഇതിന് സമാധാനം പറയണം. ഇത്ര നാണം കെട്ട അവസ്ഥയിലേക്ക് ഈ സർവകലാശാലയെ കൂപ്പുകുത്തിച്ച ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ മാതൃകാപരമായ ശിക്ഷാ നടപടി എടുക്കണം. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ തിരിച്ചു വാങ്ങാതിരിക്കുക, അവരുടെ പരീക്ഷയുടെ ഫലം യഥാസമയം പുറപ്പെടുവിക്കാതിരിക്കുക, ഇത്തരം ക്രമക്കേടുകളുടെ ഒരു കേന്ദ്രമായി കേരള സർവകലാശാല തരം താണിരിക്കുന്നു. ഇതിന് കൊടുത്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും A++ഉം ഒക്കെ പിൻവലിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാനും യാതൊരു മടിയുമില്ല. ഇങ്ങനെയാണ് ഒരു സർവകലാശാല ഉത്തരവാദിത്തപരമായി പ്രവർത്തിക്കേണ്ടത്. ഗവേഷണം നടത്തുന്നു, വലിയ വലിയ കോഴ്സുകൾ നടത്തുന്നു, ഗുണനിലവാരം ഉയർത്താനായി വലിയ പരിഷ്കാരങ്ങൾ നടത്തുന്നു, പാഠ്യക്രമം മാറ്റുന്നു, 4 വർഷ ബിരുദ കോഴ്സുകൾ കൊണ്ടുവരുന്നു. വൻപിച്ച പരിഷ്കാരങ്ങളാണ് കേരള സർവകലാശാല. അതിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് വാഗ്ധോരണി പറയുകയാണ്, കേരളത്തിലെ സർവകലാശാലകളെല്ലാം ഇതാ ഉയർന്നുയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാണമില്ലേ പറയാൻ? യഥാസമയം ഉത്തരക്കടലാസുകൾ പരീക്ഷകരിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുവാൻ, അവർക്ക് പ്രതിഫലം കൊടുക്കുവാൻ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പരീക്ഷകളുടെ ഫലം യഥാസമയം പുറത്തു വരുത്തുവാൻ ഫലകരമായ നടപടികൾ എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അവരുടെ ഭാഗത്തുള്ള ക്രമക്കേടുകൾക്ക് മാതൃകാപരമായ നടപടികൾ എടുക്കണം. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് വേണം ഈ ക്രമക്കേടുകളെ കാണാൻ. അതുകൊണ്ട് കേരള സർവകലാശാലയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിൽ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്രമക്കേടുകൾ അടിയന്തരമായ നടപടികളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിക്കണം. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മേൽ വകുപ്പ് തല നടപടികൾ എടുക്കണം. ക്രമക്കേടുകൾ കാട്ടുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ എന്നേക്കുമായി പരീക്ഷാ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തണം. നേരത്തെ പറന്നുപോയ ഉത്തരക്കടലാസിന്റെ ഉടമയായ ഒരു കോൺട്രാക്ട് അധ്യാപകനെ പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതായി കേൾക്കുന്നുണ്ട്. അവിടെ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. സർവകലാശാലയിൽ ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ, പരമപ്രധാന സ്ഥാനത്തിരിക്കുന്ന കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, ആ ഉദ്യോഗസ്ഥൻ മറുപടി പറയണം. ആ ഉദ്യോഗസ്ഥന്റെ മേൽ നടപടിയെടുക്കണം. അദ്ദേഹത്തിന് കീഴിലുള്ള ജീവനക്കാർ ആരെങ്കിലും കൃത്യവിലോപം കാട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ മാതൃകാപരമായ നടപടിയെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർവകലാശാലയുടെ സൽകീർത്തി നിലനിർത്താനായി സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ എത്രയും വേഗത്തിൽ എടുക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.